സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ആദ്യത്തെ ആപ്പ് ഫ്ലട്ടർ ആപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ VS കോഡ് ഓപ്പൺ ചെയ്യുക. ന്യൂ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. സോ ഇതിൽ നമ്മൾ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഒരു വിൻഡോ കാണാം. അത് നമുക്ക് ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ശേഷം നമ്മൾ വ്യൂവിൽ പോവുക, കമാൻഡ് പാലറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+Shift+P. സോ ഇവിടെ ഇതുപോലെ കാണിക്കും. സോ നമ്മളിവിടെ ഫ്ലട്ടർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ന്യൂ പ്രൊജക്റ്റ് എന്ന് കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുഡ് നോട്ട് ഫൈൻഡ് ഫ്ലട്ടർ SDK എന്ന് കാണാൻ സാധിക്കും. സോ നമ്മളിവിടെ ലൊക്കേറ്റ് SDKയിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ എവിടെയാണോ നമ്മുടെ ഫ്ലട്ടർ സേവ് ചെയ്തത്, സോ നമ്മൾ സി ഡ്രൈവിൽ SRCയിൽ ഫ്ലട്ടർ ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് ബിൻ എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സെറ്റ് ഫ്ലട്ടർ SDK ഫോൾഡർ എന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ എന്ന് കാണാൻ സാധിക്കും. ജനറേറ്റ് ഫ്ലട്ടർ ആപ്ലിക്കേഷൻ എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ, നമ്മുടെ പ്രൊജക്റ്റ് എവിടെയാണോ സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. സോ നമ്മളൊരു ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ പാരൻറ്റ് ഫോൾഡറാണ്. ഓക്കെ, സോ നമ്മളിവിടെ സ്റ്റെക്കിൽ കോഡിംഗ് എന്ന് പറയുന്ന ഈ ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ശേഷം ഫ്ലട്ടർ ആപ്ലിക്കേഷൻ്റെ പേര് നമ്മളോട് ചോദിക്കും. സോ നമുക്ക് അണ്ടർസ്കോർ ഉപയോഗിച്ച്, സ്മോൾ ലെറ്ററും അണ്ടർസ്കോറും ഉപയോഗിച്ച് നമുക്ക് പേര് എൻ്റർ ചെയ്യാം. സോ ഞാനിവിടെ മൈ ഫസ്റ്റ് ആപ്പ് എന്ന് കൊടുക്കാം. മൈ ഫസ്റ്റ് ആപ്പ് എന്നതുപോലെ കൊടുക്കാം. ശേഷം എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലട്ടർ ആപ്പ് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. സോ ഇവിടെ നിങ്ങൾ കാണാം, ഫ്ലട്ടർ ക്രിയേറ്റ്, ഒരു ടെംപ്ലേറ്റ് ആപ്പ് നമുക്ക് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ഒരു ബേസിക് ഒരു ആപ്പ് നമുക്ക് ക്രിയേറ്റ് ആയി വരുന്നതായിരിക്കും. സോ നമുക്ക് തൽക്കാലം ഇത് ക്ലോസ് ചെയ്യാം. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വീണ്ടും ഓപ്പൺ ആയി വന്നാൽ നമുക്ക് തൽക്കാലം ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ വുഡ് യു ലൈക്ക് ടു യൂസ് റെക്കമെൻഡഡ് VS കോഡ് സെറ്റിംഗ് ഫോർ ഡാറ്റ ആൻഡ് ഫ്ലട്ടർ. സോ നമ്മൾ എസ്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. സോ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ main.dart എന്ന് പറയുന്ന ഒരു ഫയൽ ഇതുപോലെ നമുക്ക് ഓപ്പൺ ആയി വരും. ഇതാണ് നമ്മുടെ ഡാർട്ട് ഫയൽ. ഇതിനുള്ളിലാണ് നമ്മൾ കോഡ് എഴുതുന്നത്. സോ നമുക്ക് ആവശ്യമായ കോഡൊക്കെ എഴുതുന്നത് ഇതിനുള്ളിലാണ്. സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ജനറേറ്റ് ആവുന്നതായിരിക്കും. സോ നമ്മുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയൽസാണ് ഈ കാണുന്നതെല്ലാം. സോ നമുക്ക് ഫയൽ എക്സ്പ്ലോററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാനും, അതുപോലെ ഒരിക്കൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷോ ചെയ്യാനും സാധിക്കും. ശേഷം നമ്മളിവിടെ താഴെ വരിക. ഇവിടെ നമുക്ക് 3 ഡിവൈസസ് കണക്റ്റഡ് എന്ന് കാണാൻ സാധിക്കും. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പിക്സൽ 5 എന്ന് പറയുന്ന ആ ഒരു ഇമുലേറ്റർ ഇവിടെ കാണാൻ സാധിക്കും. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമുലേറ്റർ ഇതുപോലെ ഇവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഇമുലേറ്റർ. ഇത് നമ്മുടെ വിർച്വൽ ഡിവൈസ് ആണ്. ഒരു ഫോൺ എങ്ങനെയാണോ, ഫിസിക്കൽ ഫോൺ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇതും പ്രവർത്തിക്കുന്നത്. പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടറിലായിരിക്കുമെന്ന് മാത്രം. ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഈ ഒരു VS കോഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. സോ നമുക്ക് നമ്മുടെ ഇമുലേറ്ററും നമ്മുടെ കോഡും നമുക്ക് കാണാൻ സാധിക്കും. ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ റണ്ണിൽ പോവുക, സ്റ്റാർട്ട് ഡീബഗിങ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ഡീബഗിങ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇതിലുള്ള ഈ ഒരു ഡെമോ ആപ്ലിക്കേഷൻ നമ്മുടെ ഈ ഫോണിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യ സമയം റൺ ചെയ്യുമ്പോൾ കുറച്ച് സമയമെടുക്കുന്നതായിരിക്കും. സോ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെമോ ആപ്പ് നമ്മുടെ ഫോണിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇവിടെ കാണുന്ന ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത് ഈ കാണുന്ന കോഡാണ്. നമ്മളിവിടെ എഴുതിയിട്ടുള്ള ഈ കാണുന്ന കോഡിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. സോ ഇത് പറയുന്നത് ഒരു ഡെമോ കൗണ്ടർ ആപ്പാണ്. ഓക്കെ, സോ നമ്മളിവിടെ കാണാം, നമുക്ക് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു സംഖ്യ ഇതുപോലെ കൂടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സോ നമുക്കിതിനെ കുറച്ച് ഫ്ലട്ടർ ഡെമോ ഹോം പേജ് എന്നൊക്കെ കാണാൻ സാധിക്കും. ആ സംഭവം, സെയിം സംഭവം നമുക്ക് ഇവിടെയും നമ്മുടെ കോഡിലും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാം മൈ ഹോം പേജ് ടൈറ്റിൽ എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ടൈറ്റിൽ തൽക്കാലം നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സോ നമ്മളിവിടെ ലേൺ ഫ്ലട്ടർ എന്ന് കൊടുക്കാം. ലേൺ ഫ്ലട്ടർ. ശേഷം സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം, നമുക്കിവിടെ ലേൺ ഫ്ലട്ടർ നമ്മൾ കൊടുത്ത കാര്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. മാറ്റങ്ങളൊക്കെ കാണാൻ സാധിക്കും. സോ ബേസിക്കലി എന്താണോ ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത് ആ സംഭവമാണ്, ആ ഒരു ആപ്പാണ് നമ്മളിവിടെ കാണുന്നത്. സോ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി നമുക്ക് റീലോഡ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്താൽ തന്നെ ഹോട്ട് റീലോഡ് ആവുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു സംഭവം ഇവിടെ ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമ്മൾ ലേൺ ഫ്ലട്ടർ യെസ്
ടെക് മീഡിയ എന്ന് സേവ് ചെയ്താൽ തന്നെ ഇവിടെ നമുക്ക് കാണാം ഹോട്ട് റീലോഡ് എന്ന് കാണാൻ സാധിക്കും. ആ ചേഞ്ച് ആയ ഭാഗം മാത്രം നമുക്കിവിടെ ചേഞ്ചായി നമ്മുടെ ആപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഹോട്ട് റീലോഡ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നാലും അതേ ഒരു സംഭവം തന്നെ ആയിരിക്കും, അതേ ഒരു റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുക. നമുക്ക് മുഴുവനായും നമുക്ക് റീലോഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു റീസ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. റീസ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയമെടുക്കുന്നതായിരിക്കും. സോ നമുക്ക് ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ റീസ്റ്റാർട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ റീസ്റ്റാർട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു നമുക്ക് നേരത്തെ നോക്കിയാൽ കാണാം. ഹോട്ട് റീലോഡ് ചെയ്തപ്പോൾ നമുക്ക് ഹെഡിങ് മാത്രമാണ് ചേഞ്ച് ആയത്. സോ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളിവിടെ 5 എന്നുള്ളത് 0 ആയി. മുഴുവൻ ആപ്പും ഇതുപോലെ റീലോഡ് ആവുന്നതായിരിക്കും. സോ ഇപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ സംഖ്യയാണ് ഇതുപോലെ കൂടുന്നത്. സോ നമുക്ക് ഉദാഹരണമായി അത് നമുക്ക് 5, 10, 15 അങ്ങനെ കൂടണമെന്ന് കരുതുക. സോ നമുക്കിതിൻ്റെ കോഡ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. സോ നമുക്കിവിടെ കൗണ്ടർ 0 കൗണ്ടർ പ്ലസ് എന്നതിനർത്ഥം കൗണ്ടർ = കൗണ്ടർ +1 എന്നതിന് തുല്യമാണ്. നമുക്ക് ഈ കോഡ് ചെറുതായി ഒന്ന് ചേഞ്ച് ചെയ്യാം. സോ കൗണ്ടർ = കൗണ്ടർ +5 എന്ന് കൊടുക്കാം. കൗണ്ടർ +5 എന്ന് കൊടുക്കാം. സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീലോഡ് ചെയ്യാം. കംപ്ലീറ്റ് ആയി റീലോഡ് ചെയ്യാം. റീലോഡ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ 0 ലഭിക്കുന്നതായിരിക്കും. സോ ഇനി നമ്മൾ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ 5 ലഭിക്കുന്നു, 10, 15, 20, 25. സോ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു സൈഡിൽ ഈ ഒരു നമ്മുടെ മെയിൻ ഡോട്ട് ഡാറ്റ എന്ന് പറയുന്ന ഈ ഒരു പേജിൽ എന്തൊക്കെയാണ് നമ്മൾ കോഡ് എഴുതുന്നത്, ആ ഒരു കോഡാണ് നമ്മളിവിടെ കാണുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ, ബേസിക്കലി ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ ഈ ഒരു ആപ്പ് റൺ ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഡിവൈസിലാണ്. സോ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ്രോയിഡ് ഡിവൈസിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. സോ നമുക്കിതിന് ഡിവൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ താഴെ ഡിവൈസ് സെലക്ട് ചെയ്ത ഈ ഭാഗത്ത് വരിക. സോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിവൈസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ macOSലാണ് ഉള്ളതെങ്കിൽ നമ്മൾ Xcode ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഐഫോണിൻ്റെ ഡിവൈസ് നെയിം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ വിൻഡോസിലാണ്, അതുകൊണ്ട് കാണിക്കുന്നില്ല. സോ നമുക്കറിയാം നമ്മൾ ഫ്ലട്ടർ ഉപയോഗിക്കുന്നത് മൊബൈൽ ആപ്പ് മാത്രമല്ല വെബ് ആപ്ലിക്കേഷനും അതുപോലെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഇവിടെ ഈ നമ്മുടെ Pixel 5നെ കൂടാതെ ഈ ആൻഡ്രോയിഡ് ഡിവൈസ് കൂടാതെ നമുക്ക് ക്രോമും അതുപോലെ എഡ്ജും കാണാൻ സാധിക്കും. സോ ഈ രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വെബ് ആപ്ലിക്കേഷന് വേണ്ടിയാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ആപ്പ് നമുക്ക് വെബ് ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കിതിൽ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ നമുക്കിവിടെ വിൻഡോസ് ഡെസ്ക്ടോപ്പ് എന്ന് കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിൻഡോസ് ആപ്പ്, ഇതിൻ്റെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്പിൻ്റെ വിൻഡോസ് ആപ്പ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ തൽക്കാലം ക്രോം എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രോം ബ്രൗസറിൽ നമ്മൾ ഈ ഒരു നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആപ്പ് ഒരു വെബ് ആപ്പായിട്ട് നമുക്ക് നമ്മുടെ ബ്രൗസറിൽ കാണാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് ക്രോം സെലക്ട് ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിവിടെ വന്നതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യുന്നു. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസ് ഡിസ്കണക്റ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ക്രോം എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് സെലക്ട് ചെയ്യുന്നു. ഡിവൈസ് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ റണ്ണിൽ പോകുന്നു. നമ്മൾ സ്റ്റാർട്ട് ഡീബഗിങ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിനി നമ്മുടെ ഒരു ക്രോം വെബ് ബ്രൗസറിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. നമ്മളിപ്പോൾ കണ്ട അതേ ആപ്പ് നമുക്ക് ക്രോം വെബ് ബ്രൗസറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ ക്രോം ബ്രൗസറിൽ നമ്മുടെ ആപ്പ് ഇവിടെ നമ്മൾ നേരത്തെ ആൻഡ്രോയിഡ് എമുലേറ്ററിൽ റൺ ചെയ്ത ആ ആപ്പ് ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ബ്രൗസറിൽ ഇതുപോലെ കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇത് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 5, 10, 15, 20 എന്നിങ്ങനെ നമ്മൾ ചെയ്ത പോലെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഉദാഹരണമായി ഞാനിവിടെ ഈ ടെക് മീഡിയ എന്ന് ഡിലീറ്റ് ചെയ്ത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലേൺ ഫ്ലട്ടർ എന്ന് മാത്രം ലഭിക്കുന്നു. കാരണം നമ്മൾ ടെക് മീഡിയ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തു. സോ നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വെബ് ആപ്പിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഞാനിവിടെ വീണ്ടും ടെക് മീഡിയ എന്ന് കൊടുക്കുന്നു. ടെക് മീഡിയ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാറ്റം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനും ഇവിടെ നിന്ന് റൺ ചെയ്യാം. അതുപോലെ വെബ് ആപ്പ് നമുക്ക് റൺ ചെയ്യാം. നമുക്ക് ആൻഡ്രോയിഡ് അതുപോലെ iOS ആപ്പ് നമുക്ക് റൺ ചെയ്യാം. സോ നമ്മൾ ഡിവൈസ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിവൈസും നമുക്ക് കാണാൻ സാധിക്കും. സോ നമുക്കിത് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ സ്റ്റോപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. സ്റ്റോപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസർ ക്ലോസ് ആവുന്നതായിരിക്കും. സോ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനിലാണ്. സോ നമ്മൾ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ Pixel 5 തന്നെ സെലക്ട് ചെയ്യുന്നു. ഇത് സെലക്ട് ചെയ്ത് നമ്മൾ റണ്ണിൽ സ്റ്റാർട്ട് ഡീബഗിങ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആപ്പ് നമ്മുടെ ഫോണിലിവിടെ റൺ ആവുന്നതായിരിക്കും. സോ അതുപോലെ നമുക്കിവിടെ എക്സ്പ്ലോററിൽ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഫയൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ നമുക്ക് ആൻഡ്രോയിഡിൻ്റെ ബന്ധപ്പെട്ട ഫയൽ കാണാം. അതുപോലെ ഒരു ഫോൾഡർ കാണാം. അതുപോലെ iOSൻ്റെ ഫോൾഡർ കാണാം. അതുപോലെ ലിനക്സിൻ്റെത് കാണാം. അതുപോലെ macOS, അതുപോലെ വെബ്, അതുപോലെ വിൻഡോസ്.
സോ പിന്നെ നമുക്ക് lib എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാൻ സാധിക്കും. ഇതിലാണ് main.dart എന്ന് പറയുന്ന ഫയൽ ഉള്ളത്. ഈ ഒരു ഫയലിനുള്ളിലാണ് നമ്മൾ നമ്മുടെ കോഡെല്ലാം എഴുതുന്നത്. സോ ഈ ഫയലിൽ നമ്മൾ ഒരു തവണ കോഡ് എഴുതി കഴിഞ്ഞാൽ നമുക്കത് ആൻഡ്രോയിഡിൽ റൺ ചെയ്യാം, അതുപോലെ iOSൽ റൺ ചെയ്യാം, അതുപോലെ ലിനക്സിലും macOSലും വിൻഡോസിലും നമ്മുടെ വെബ് ബ്രൗസറിലും നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്, ഒരു സിംഗിൾ കോഡ് ബേസിൽ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് അതാണ്. ഒരു സിംഗിൾ കോഡ് ബേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം നമുക്ക് വിവിധ തരത്തിലുള്ള ഏകദേശം ഒരു 6 പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും. സോ ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കുന്നതാണ്.